ഡൽഹിയിലുണ്ടായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഇന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ശക്തമായ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇത്രയും പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനമെടുത്ത് ഐക്യത്തോടുകൂടി പാർട്ടി മുൻപോട്ട് പോകുന്ന കാഴ്ച ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും അത്ഭുതതന്ത്രമാണ്. അല്ല, അത് എല്ലാ ആളെയും തൃപ്തിയാക്കാൻ പറ്റുമോ? ഞാൻ എവിടെയും കേട്ടിട്ടുണ്ടോ? എനക്കാഗ്രഹം ഉണ്ടാവില്ലേ? ഞാനും എനക്കും പറഞ്ഞൂടെ? അങ്ങനെ അതിന് കാര്യമില്ല. ഇതെല്ലാം അതെല്ലാം മാറും, ഓട്ടോമാറ്റിക്കലായിട്ട് മാറും. ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ. കോൺഗ്രസിന്റെ അകത്ത് ഒരു നിശബ്ദമല്ലാതെ ഒരു തരത്തിലും ഒരു സ്പന്ദനം ഉണ്ടാകും. അതൊക്കെ അന്വയിപ്പിക്കും. അതിന് പാർട്ടിക്ക് ഹൈക്കമാൻഡ് ഉണ്ട്, നേതാക്കന്മാരുണ്ട്, അവരൊക്കെ അവരൊക്കെ വിളിക്കും, സംസാരിക്കും, ഞങ്ങളൊക്കെ കാണും, സംസാരിക്കും. അങ്ങനെയല്ലേ തീർക്കുക. ഞാൻ ചെന്നിത്തലയൊക്കെയാണ്. അത് അവര് മേലെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതാണ്, ഞങ്ങളല്ല. അത് ആലോചിക്കണം. എനിക്ക് പറയാൻ പറ്റില്ല. ഞാനതിൻ്റെ അതിൻ്റെ അതോറിറ്റി അല്ല. കെ സി ആയിട്ട് നല്ല വ്യക്തിപരമായ നമ്മുടെ ബന്ധങ്ങൾ വർഷങ്ങളായിട്ടുള്ളതാണ്. ആ വർഷത്തെ അത് വെച്ച് കണ്ടു പോയതാണ്. അവിടെ നിന്ന് ചായയും കുടിച്ചിട്ടുണ്ട്. ഒന്നും അത് എണ്ണി നോക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയില്ല. എല്ലാം ഹാപ്പി ആയിരുന്നു. എങ്ങോട്ടാ? കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയതാണ് കേരളത്തിലേക്ക്. ഹരികൃഷ്ണ വിവരങ്ങളുമായി. ഹരി, നീരസമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറും. സ്വന്തം അനുഭവത്തിൽ നിന്ന് കൂടിയാണ് കെ സുധാകരൻ അത് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഹാപ്പിയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ. പക്ഷേ ശ്രീജ, എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെയുള്ള പിണക്കങ്ങളൊക്കെ കെ സുധാകരൻ പ്രതീക്ഷിച്ചതാണെന്ന് തോന്നുന്നു. ശ്രീജ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും അതൊരു പാഠം തന്നെയാണല്ലോ. അതുമാത്രമല്ല, ഒരാളെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രണ്ട് ക്യാമ്പിൽ നിന്ന് ചില അസ്വാരസ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ നമ്മളത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പിണക്കങ്ങളൊക്കെ മാറ്റാൻ കഴിയും, നിങ്ങൾ കണ്ടോ, ദിവസങ്ങൾക്കുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പിണക്കങ്ങളൊക്കെ മാറുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കോൺഫിഡൻസ് ആണ്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇപ്പോൾ ഒരു സർക്കാരുണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഇനി മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കണം. അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നണി കടന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആ ഘട്ടങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയി ഒരൊറ്റക്കെട്ടായി പോകാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് ആണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ആഭ്യന്തര വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്തെത്തിയത്. എസ് ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കെ സുധാകരൻ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയിരിക്കുന്നു. കലാപക്കൊടി ഉയർത്തിയ സുധാകരനെ ഒരു വിധത്തിലാണ് അനുനയിപ്പിച്ചത്. അതിനുശേഷം കെ സി വേണുഗോപാലിനൊപ്പം നിന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതൊക്കെ സൗഹൃദ സന്ദർശനം എന്ന് പറയുന്നു. എന്തായാലും പരിഭവമുള്ളവരുടെ പരിഭവമൊക്കെ മാറ്റി കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ പറയുന്നത്.